പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര. CBSE കരിക്കുലം, അക്കാഡമിക് എക്സലൻസ്, ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ്, co-curricular activities for skill development, communicative English, sports coaching, well-equipped science, computer labs and school library, safe transportation. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Contact 9562 482835. തൃശൂർ അതിരൂപതയുടെ 139ാമത് അതിരൂപത ദിനാഘോഷങ്ങൾ മെയ് 20 ബുധനാഴ്ച വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. വടക്കാഞ്ചേരി ഫൊറോന പള്ളി പാരീഷ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ജനറൽ കൺവീനർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ പള്ളിയിൽ വെച്ചാണ്, വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിൽ വെച്ചാണ് ആചരിക്കുന്നത്. അടുത്ത ബുധനാഴ്ച മെയ് മാസം 20-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 7 വരെയാണ് പരിപാടി. 1887 സ്ഥാപിതമായ സിറോ മലബാർ സഭയുടെ ആദ്യ വികാരിയാത്തുകളിൽ ഒന്നാണ് തൃശൂർ അതിരൂപത. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂ താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാബലി നടക്കും. മാർ ടോണി നീലങ്കാവിൽ, മാർ ബോസ്കോ പുത്തൂർ എന്നിവരും വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികരും സഹകാർമ്മികരാകും. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള സന്യസ്തരും വിശ്വാസി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് 4:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. സഹമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ സന്ദേശം നൽകും. ഇന്ത്യൻ പാർലമെന്റ് റിട്ടയർഡ് ജോയിന്റ് സെക്രട്ടറി ഷെവലിയാർ സിറിൽ ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ലൂതർ 14-ാമൻ മാർപ്പാപ്പ തൃശൂർ അതിരൂപത വൈദികരായ ഫാദർ തോമസ് കാക്കശ്ശേരി, ഫാദർ ജോസ് വല്ലൂരാൻ എന്നിവർക്ക് പ്രഖ്യാപിച്ച പ്രോ എക്ലേസിയ എറ്റ് പോന്തിഫിക്കെ ബഹുമതിയും, ഡേവിസ് എടക്കളത്തൂർ, ഡോക്ടർ മേരി റെജീന, പ്രൊഫസർ KM ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് വിജു കുണ്ടുകുളം എന്നിവർക്കുള്ള ഷെവലിയർ പദവിയും വേദിയിൽ വെച്ച് സമ്മാനിക്കും. കേരളത്തിലും കേരളത്തിന് പുറത്തും രാജ്യത്തിൻ്റെ പുറത്തുമായി ഏതാണ്ട് 35 രൂപതകളിലായി 50 ലക്ഷത്തോളം വരുന്ന ദൈവജനമുള്ള സഭയാണ് സീറോ മലബാർ സഭ. ആ സീറോ മലബാർ സഭയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു അതിരൂപതയാണ് തൃശ്ശൂർ അതിരൂപത. ഈ അതിരൂപത സ്ഥാപിതമാകുന്നത് 1887-ലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 139ാമത് വാർഷികമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും മെയ് 20-നാണ് ഈ അതിരൂപത ദിനം ആഘോഷിക്കുന്നത്. അത് ഓരോ വർഷവും തൃശ്ശൂർ അതിരൂപതയിൽ 16 ഫൊറോന കേന്ദ്രങ്ങളാണുള്ളത്. ഓരോ വർഷവും ഓരോ ഫൊറോനകളിലായിരിക്കും ഈ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തവണ ഈ വടക്കാഞ്ചേരി സെൻറ്റ് സേവിയേഴ്സ് ഈ ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അന്ന് 2:30-ക്കാണ് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ബലി ആരംഭിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന ദിവ്യബലിയിൽ ബോസ്കോ പുത്തൂർ പിതാവ്, അതുപോലെ തന്നെ ടോണി നീലങ്കാവിൽ പിതാവ്, ഡീറ്റെയിൽസ് എല്ലാവരുണ്ട്. അവരുടെ നമ്മുടെ ഈ രൂപതയിലെ വിവിധ വൈദികരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കും. അതിനെ തുടർന്ന് പൊതുസമ്മേളനമാണ് നടക്കുന്നത്. ഇത്തവണ പൊതുസമ്മേളനത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധ ലെയോ പാപ്പ ഈ അതിരൂപതയിലെ 6 പേർക്ക് പ്രത്യേക പേപ്പൽ ബഹുമതികൾ സമ്മാനിച്ചിരിക്കുകയാണ്. 2 വൈദികർക്കും അതോടൊപ്പം തന്നെ 4 അൽമായ സുഹൃത്തുക്കൾക്കും. ആ 6 പേർക്കുള്ള ഈ പരിശുദ്ധ പാപ്പായുടെ ഈ ബഹുമതി ഈ യോഗത്തിൽ വെച്ചിട്ടാണ് സഭയുടെ മേജർ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അത് ഈ ചടങ്ങിൽ വെച്ചിട്ട് അത് വിതരണം ചെയ്യും. ഓരോ സ്ഥാനചിഹ്നങ്ങൾ അവരെ അണിയിക്കും. ഈ വർഷത്തെ അതിരൂപത അവാർഡ് ജേതാക്കളായ ജോസ് ചുങ്കത്ത്, സാൻഡി അബ്രഹാം, വടയാറ്റുകുഴി എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. കാരുണ്യ സ്പർശമായി വടക്കാഞ്ചേരി ഇടവക നിർമ്മിച്ചു നൽകിയ 2 വീടുകളുടെ താക്കോൽ കൈമാറ്റവും വടക്കാഞ്ചേരി ഫൊറോനയിലെ ഇടവകകൾ ചേർന്ന് ജൂബിലി മിഷൻ ആശുപത്രിക്ക് നൽകുന്ന ഡയാലിസിസ് മിഷന്റെ സമർപ്പണവും മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി സ്മരണികയുടെ കവർ പ്രകാശനവും ഫൊറോനയിലെ വിവിധ ഇടവകകളുടെ കലാപരിപാടികളും അരങ്ങേറും. അത് മെൻ്റലി ഇല്ലായിട്ടുള്ള മാനസിക രോഗികളായിട്ടുള്ളവരുടെ ഒരു ആശുപത്രി. അപ്പം അങ്ങനെ 4 സ്ഥാപനങ്ങളിലായിട്ട് ഏകദേശം 500-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്.
അപ്പോൾ അവർക്ക് ഈ ഞായറാഴ്ച 17-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഈ അതിരൂപത ദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉച്ചഭക്ഷണം നൽകുക എന്നുള്ളതാണ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഭാഗമായിട്ടുള്ളത്. 500 പേര് അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം അന്നേക്കാണ് നമ്മളൊരു സുഹൃത്ത് സംഗമം അന്ന് വെച്ചിരിക്കുന്ന അവിടെയാണ്. 17-ാം തീയതി പോപ്പോൾ മേഴ്സിക്കുളം അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരെയും കൂടെ ഞാൻ എൻ്റെ സ്ഥാപനമായതുകൊണ്ട് കൂടുതൽ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ MLA-യും ചെയർപേഴ്സണും കുറച്ച് കൗൺസിലേഴ്സും അതുപോലെ വടക്കാഞ്ചേരി മേഖലയിലെ ചില വിശിഷ്ട വ്യക്തികൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു കൂട്ടായ്മയാണത്. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ജിജി ജോസ് എടക്കളത്തൂർ, പബ്ലിസിറ്റി കൺവീനർ ഷാജു ജോസ് എടക്കളത്തൂർ, കൈക്കാരൻ ജോണി തൈക്കാട്ടിൽ, മൊബിലൈസേഷൻ കൺവീനർ ജോയ് ചിറ്റ്ലപ്പള്ളി എന്നിവരും പങ്കെടുത്തു.